ഗസയിൽ ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾ ഉയരുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് സമാധാനം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നായിരുന്നു. അതിൻ്റെ കാരണം ട്രംപ് 20 പദ്ധതി വെച്ച് ഒരു പാക്കേജ് വെച്ച് ഗസയിൽ സമാധാനം കൊണ്ടുവരുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരികയും അത് ലോകം ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. മാർപ്പാപ്പ വരെ അതിനെ പിന്തുണച്ചു. ഇന്ത്യ, ചൈന, റഷ്യ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളും അതിനൊപ്പം തന്നെ നിന്നു. അങ്ങനെ വന്നപ്പോൾ ട്രംപിൻ്റെ ഈ പദ്ധതി നടപ്പാകുമെന്നും ഗസയിലെ കൂട്ടക്കുരുതി അവസാനിക്കുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു. ഒറ്റ കാര്യത്തിലാണ് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് പറഞ്ഞത്. ഹമാസ് അത് അംഗീകരിക്കുന്നു. അവസാനം ഹമാസും അംഗീകരിച്ചു. ഹമാസ് പറഞ്ഞ ഉടനെ തന്നെ അവരുടെ കയ്യിൽ അവർ വെച്ചിരിക്കുന്നതായിട്ടുള്ള തടവുകാരെ വിട്ടയക്കും. അപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ ഇന്നലെയും ഇന്നും ഒക്കെ ഇസ്രായേൽ അവിടെ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ, അതായത് വിമാനങ്ങളിൽ കൊണ്ടുവന്ന് ബോംബ് ചെരിയുന്ന പ്രക്രിയ തുടരുന്നു. ഇപ്പോൾ സമാധാനം ചർച്ചയൊക്കെ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിർത്തി വെക്കണമല്ലോ. ട്രംപ് പറഞ്ഞു ഇസ്രായേലിനോട് ഇനി ബോംബിടരുത്. ഇസ്രായേൽ അത് കേട്ടില്ല. ഇസ്രായേൽ ബോംബിട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരവസ്ഥ എന്തായിരിക്കാം ഈ 20 പരിപാടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്? എന്താണ് പ്രശാന്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്താണ് ഇക്കാര്യം? സാർ, ഇതൊരിക്കലും തീരത്തില്ല. തീരാൻ ഈ പറയുന്നത് പോലെ ഇസ്രായേലിനും താല്പര്യമില്ല, ഈ പറയുന്ന ഹമാസിനും താല്പര്യമില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ല. ഈ യുദ്ധം കൊണ്ട് ഇസ്രായേലിന് ആ യുദ്ധത്തിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി. ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ എത്രയുണ്ടായിരുന്നു, ഇപ്പോൾ എത്രയുണ്ട്? അവിടെ ആ രാജ്യത്തിന് വലിപ്പം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായി യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന ഒരു രാജ്യം ഒരു പരിധിവരെ പറഞ്ഞാൽ, പിന്നെ രണ്ടാമത് നമ്മൾ അങ്ങനെ പറയുന്നതും പാടില്ല. അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയം കൂടെ ഉണ്ട്. പിന്നെ ഹമാസ് എന്ന് പറയുന്ന ഒരു എന്തോ പറയുന്നത്, അതിനെന്ത് പറയാൻ, സംഘടന, അതൊരു തീവ്രമായ സംഘടനയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ആ സാധനത്തിന് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തോ പാലസ്തീൻ വിമോചനം, അല്ലെങ്കിൽ പാലസ്തീനെ സ്വതന്ത്രമാക്കി എടുക്കുക. പാലസ്തീൻ സ്വതന്ത്രമായ തീരുന്ന സാധനമല്ലേ സാറേ ഹമാസ്? പിന്നെ ഹമാസ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ അവിടെ പോകും. അപ്പോൾ അവരൊരിക്കലും ഈ പറയുന്നത് പോലെ ഇപ്പം തന്നെ 20 പദ്ധതി, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിനകത്ത് ഹമാസ് എത്ര അംഗീകരിച്ചു? ഹമാസ് അംഗീകരിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ബന്ദികളെ വിടാം, ആയുധം, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന അമേരിക്ക പറയുന്നത് പോലെയുള്ള ഭരണ സംവിധാനം വരട്ടെ, സ്വതന്ത്ര ഭരണ സംവിധാനം വരട്ടെ, അത് അംഗീകരിക്കാം. ആയുധം താഴെ വെക്കുന്നതിനെ പറ്റി ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. പിന്നെ രണ്ടാമത്, പാലസ്തീനിന്ന് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഇസ്രായേൽ മാറുന്ന ഒരവസ്ഥ വന്നാൽ അതിനെപ്പറ്റി ആലോചിക്കാം. പാലസ്തീൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഹമാസിൻ്റെ കൺസെപ്റ്റ് എവിടെ? ഗസ ഉൾപ്പെടെയുള്ള കൺസെപ്റ്റാണ് പാലസ്തീൻ. മറ്റവരുടെ കൺസെപ്റ്റ് എന്തുവാ? പാലസ്തീൻ എന്ന് പറഞ്ഞാൽ രാജ്യമേ ഇനി പാടില്ല. ആരാ ഈ കരാറിന് മുമ്പ് വന്ന് ആരാ? ഇസ്രായേലിൻ്റെ കൺസെപ്റ്റ്. പാലസ്തീൻ എന്ന് പറഞ്ഞാൽ രാജ്യമേ പാടില്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? പാലസ്തീൻ എന്ന് പറഞ്ഞാൽ രാജ്യമേ പാടില്ല എന്ന് പറഞ്ഞാലല്ലേ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ഫോർമുല ഉണ്ടാകത്തുള്ളൂ. സാറ് പല ഈ പറയുന്നത് പോലെ തർക്കങ്ങൾക്കും പങ്കെടുക്കുന്ന ആളാണല്ലോ, ഒരു പൊതു വ്യക്തി എന്നുള്ളത്. അവിടെ തർക്കം വരുമ്പോൾ തീർക്കുന്നത് എങ്ങനെ? ആദ്യം വരുന്ന തർക്കത്തിനകത്തുനിന്ന് ഒരു വലിയ സാധനം കൊണ്ട് വെക്കും. അതിനകത്തുനിന്ന് രണ്ടുപേർക്കും ഫേവറായിട്ടും. ഇപ്പോൾ ഇതിനകത്ത് വലിയ ഒരു അതിർത്തി അപ്പുറത്ത് നിശ്ചയിക്കും. അതെ, അതന്നെ. ഈ വലിയ അതിർത്തി നിശ്ചയിച്ചതിൻ്റെ ഉദ്ദേശം സാറ് കൊണ്ട് കാണിച്ച അതിർത്തി ആയിരിക്കും, നമ്മൾ അറിയാതെ പോലും ആണെങ്കിൽ. അപ്പോൾ തീരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്നറിയാം? പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണ്ട എന്നുള്ളതല്ല, ഗസ അവരുടെ ഭാഗമാണ്. കാരണം ബോർഡർ ഏതാ? സമുദ്രം ഉൾപ്പെടെയുള്ള ബോർഡർ. അതിനകത്തുനിന്ന് ഇവർക്ക് വരുന്ന ഒക്ടോബർ 7 വന്ന അക്രമത്തിൻ്റെ വീണ്ടും ആക്രമിക്കാനും ഇവരെ സഹായിക്കാൻ നിൽക്കുന്ന ആളാണ് ഖത്തർ. നമ്മളെന്താ പറയുമ്പോൾ ഈജിപ്റ്റ്, ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങളൊക്കെ ഇവരുടെ സഹായമുണ്ട്. പുറമേ എല്ലാ കുഴപ്പമില്ല അങ്ങനെയൊക്കത്തില്ലെന്നൊക്കെ പറയുന്നെങ്കിൽ രഹസ്യമായിട്ട് സഹായിക്കുന്നുണ്ട്. ആ സഹായം നിൽക്കുന്ന അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് നാളെ കാലത്തെ ഈ പറഞ്ഞ ചില റോഡുകളുണ്ടായിരുന്നല്ലോ അവിടെ, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നൊക്കെ കയറാം. ഇതെല്ലാം ഇവരുടെ കൈക്കലായിക്കൊണ്ട് ഈ പ്രദേശം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. അതിനാണ് അവിടെ. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ ഇങ്ങനെ പലായനം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പരിധിവരെ വിജയിച്ചില്ലെന്നും പറയാം. പക്ഷേ ഈ പാലസ്തീൻ വേണമെന്ന് പറയുമ്പോഴേ അവർക്കറിയാം ഒരിക്കലും നടക്കാത്ത കാര്യം. അവിടുത്തെ ആൾക്കാരെ എങ്ങോട്ട് വിടും സാറേ? ഈ പാലസ്തീനി ആൾക്കാരെ പലായനം ചെയ്യിക്കാനൊന്നും പറ്റില്ല. അപ്പം ഇതാണ് ഇവരുടെ ഉദ്ദേശം. മറ്റവരുടെ ഉദ്ദേശം എന്തോ? ഇത് വിട്ടുകൊടുക്കാനേ അവർ തയ്യാറല്ല. ആരാ? ഈ ഹമാസ്. അപ്പോൾ ഇതൊരിക്കലും തീരത്തില്ല. ചുമ്മാതെ പറയുന്ന ഒരു സാധനം. ഇതിനകത്ത് വലിയൊരു കച്ചവടമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു കച്ചവടക്കാരനാണ് ഈ പറയുന്ന ട്രംപ്. ആ കച്ചവടം
ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ചില തയ്യാറെടുപ്പുകളും ചില കച്ചവടങ്ങളുടെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ അവർക്ക് ഈ പറയുന്ന പാലസ്തീൻ എന്ന് പറയുന്ന വിഷയം അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇടയിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു വൈകാരിക വിഷയമാണ്. നമ്മൾ ഈ പറയുന്ന കണക്കല്ല, ഭരണാധികാരികൾക്ക് ഇത് കാര്യമൊന്നുമല്ല. അപ്പോൾ ആ വൈകാരിക വിഷയം ഭരണാധികാരികളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇതിനകത്തൊരു ഇടപെടൽ നടത്തണമെന്ന് അമേരിക്കയുമായിട്ട് ഇവരെല്ലാം കൂടെ തമ്മിലൊരു കച്ചവടം ഇതുണ്ട്. അതിനായി വെടിനിർത്തൽ എന്ന് പറയുന്നത്. എന്തോ വെടിനിർത്തൽ എന്ന് പറയുന്നത്? സാറിപ്പോൾ പറഞ്ഞ് വെടിനിർത്തൽ, ഞായറാഴ്ച വെടിനിർത്തൽ. ട്രംപ് വിരട്ടുന്നു, നിർത്തിയില്ല കാണിച്ചു തരാം. ഹമാസിൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഇനി ഉന്മൂലനം ചെയ്യും. അവനെ ഉന്മൂലനം ചെയ്യുന്ന പണിയായി ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയെന്നല്ല. ഞായറാഴ്ച അന്ത്യശാസനം, ഇയാളുടെ അന്ത്യശാസനത്തിന് നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ പട്ടിയുടെ വിലയുണ്ടോ? ഏത് കാര്യം ഇയാൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. റഷ്യ ചെന്ന് കിടന്ന് പറഞ്ഞു എന്തെങ്കിലും നടന്നോ? ഇപ്പം തന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ ഒന്നുമല്ല, ബൈഡനൊക്കെ പറയുമ്പം കാര്യങ്ങൾ നടന്നായിരുന്നു. ഇപ്പോൾ ഇത് വല്ലതും നടക്കുന്നുണ്ട്. ഇയാൾ പറയുന്നതിന് ഒരു പട്ടിയുടെ വില പോലും ഇല്ല. എന്തിനു പറയുന്നു എന്നതിനെ പറ്റി അറിയത്. ഈ കരാർ അവിടെ ചെന്നു നെതന്യാഹു അംഗീകരിച്ചു. നെതന്യാഹു നോക്കിയപ്പോൾ എല്ലാം ശരിയാണ്. അവിടെ ഒരു ഭരണം സംവിധാനം വരുന്നുണ്ട്. അത് അയാൾ വിചാരിക്കുന്നതല്ലേ. കാരണം അമേരിക്ക ഭരിച്ചാൽ ഇസ്രായേൽ ഭരിച്ചാലും എന്തു. പിന്നെ വെടിനിർത്തൽ, ബന്ദികളെ വിട്ടയക്കാം. ഓക്കെ, ഇവർക്ക് തന്നെ അറിയാം. ഹമാസ് എന്ന് പറയാം. ഹമാസിനെ ശരിക്കും ഞാൻ എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞാൽ ശരിയാന്ന് പറയുന്നത് ഹമാസിനെ ഉണ്ടാക്കിയ ഇസ്രായേലാന്ന് പറയും. ആയിരിക്കും എന്ന് പറഞ്ഞാൽ അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മളൊക്കെ ഇരുന്ന് വളരെ ഡയറക്റ്റായിട്ട് ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് വരുന്ന വാർത്തകൾ വെച്ച് നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിലെ വളരെ ക്രൂരമായിട്ടുള്ളൊരു ഭരണകൂടം പലസ്തീനിലെ ജനങ്ങളെ, കുട്ടികളെ, സ്ത്രീകളെ, പുരുഷന്മാരെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള കശാപ്പായിട്ട് മാത്രമേ നമുക്ക് കണക്കാം. ഇതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഇസ്രായേലും ഇസ്രായേലിൻ്റെ പരിസരങ്ങളിലുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ രഹസ്യമായിട്ടുള്ള പലതരം കച്ചവടങ്ങളുണ്ടാകും, പരസ്യമായിട്ടുള്ള പലതരം പ്രകടനങ്ങളുണ്ടാകും. പരസ്യമായ പ്രകടനങ്ങളാണ് നമ്മൾ ഈ യുദ്ധ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്നത് പലസ്തീൻ ജനതയുടെ ലിബറേഷൻ, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു സംഘമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം പലസ്തീനെ ഇപ്പോൾ ഉന്മൂലനം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഹമാസാണ്. ഹമാസിൻ്റെ കഴിഞ്ഞ ഒക്ടോബർ 7 നമ്മളിന്ന് ഒക്ടോബർ 6 സംസാരിക്കും. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒക്ടോബർ 7 അവർ നടത്തിയ ഭീകരാക്രമണത്തിൽ 2000-ലധികം ഇസ്രായേൽ മരിച്ചത്, അതേപോലെ 200-ലധികം ഇസ്രായേൽ ബന്ദികളും നിർമ്മിക്കപ്പെട്ട ആ സംഭവമാണ് പലസ്തീനെ തുടച്ചു മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ് ഇസ്രായേലിന് നൽകി. ആ രീതിയിൽ പരിശോധിച്ചാൽ നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ ഹമാസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉൽപ്പന്നം തന്നെയായിരിക്കും. എന്താണോ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കാനായിട്ടുള്ള സംവിധാനമാണ് അവരുണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുകയും ഈ പലസ്തീൻ എന്ന് പറയുന്ന സാധനം ഇല്ല. ഇപ്പോൾ ഭൂമുഖത്ത് ഉണ്ടാകാൻ പാടില്ല എന്നവർ പ്രഖ്യാപിക്കൽ മാത്രമല്ല, ഗസ സമ്പൂർണ്ണമായിട്ട് ഇടിച്ച് കോൺക്രീറ്റ് കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കാൻ. എല്ലാ ദിവസവും ഇസ്രായേൽ വിമാനങ്ങൾ അതിന് മുകളിൽ കൂടി പറക്കും. എവിടെയെങ്കിലും ഒരു കോൺക്രീറ്റ് കെട്ടിടം പാതി ഉയർന്നു നിൽക്കുന്നുണ്ട്, മുഴുവനായിട്ട് ഉയർന്നു നിൽക്കുന്നതല്ല, അതുപോലും അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഗസയിൽ ഒരിടത്തും ഒരു പാർപ്പിടമില്ല. അങ്ങനെ പാർപ്പിടമില്ലാത്തതായ ഈ പ്രദേശത്തെ വീണ്ടും പാർപ്പിട സമുച്ചയം മാറ്റണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. അത് ആര് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊന്നും ഇതുവരെ ഒരു ചർച്ചയിലും വന്നിട്ടില്ല. ഇത് അവസാനിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഗസ മിക്കവാറും തന്നെ ഇസ്രായേലിൻ്റെ ഒരു സെറ്റിൽമെൻറ്റായി മാറും. അവിടെ ബഹുഭൂരിപക്ഷം പേര് യൂതന്മാരായിരിക്കും. കുറച്ച് അറബികളെ അല്ലെങ്കിൽ പലസ്തീനികളെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, വിന്യസിച്ചേക്കാം. എനിക്ക് തോന്നുന്നു ഭാവിയിൽ അവരൊക്കെ ഈ ജൂതന്മാരുടെ വീട്ടിൽ പണിയെടുക്കാനും മറ്റുമൊക്കെ വരേണ്ട തൊഴിലാളികളായിട്ട് പോലും ഇവർ പരിഗണിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ പോലും നടക്കുന്നത്. ഹമാസിന് പണം വേണം. പണം വേണമെങ്കിൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണം, ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. ആ ചൊറിച്ചിൽ നടക്കുമ്പോൾ ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘങ്ങൾക്ക് അറബി രാഷ്ട്രങ്ങളിൽ പോയി വലിയ വലിയ അറബി കച്ചവടക്കാരിൽ നിന്നും പണം വാങ്ങിക്കാം. തോക്ക് ചൂണ്ടി വാങ്ങിക്കാം, അല്ലാതെയും വാങ്ങിക്കാം, സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കാം. അപ്പോൾ ഈ വിഷയം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹമാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഹമാസിൻ്റെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ ഹമാസിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർ ഒരു ഭീകരവാദി സംഘടനയായിട്ട് തുടരും. അതിനാവശ്യമായിട്ടുള്ള സ്പേസ് അവർക്ക് വേണം. അത് എനിക്ക് തോന്നുന്നു രഹസ്യമായിട്ട് തന്നെ
ഇസ്രായേൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. കാരണം അല്ല സാർ, പരസ്യമായി നടക്കുന്ന ഒന്നും തന്നെ ശരിയായ കാര്യങ്ങളല്ല. അല്ല സാറേ, അതിനകത്ത് സാറി പറഞ്ഞ കാര്യമല്ലേ, നമ്മൾ ഈ വിശാലമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സാറേ. ഈ പറയുന്നത് പോലെ അവിടെ ഈ കോൺക്രീറ്റ് കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഹമാസിൻ്റെ നേരെ തുടങ്ങുന്നതിന് മുമ്പ് കാര്യം ശരിയായിരിക്കും, അവർക്ക് ഭയങ്കര ബങ്കറും കുങ്കറും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ ഒന്നുമില്ലല്ലോ. മാത്രമല്ല, ലോകത്ത് ഇവിടെ ആരൊളിച്ചിരുന്നാലും കണ്ടുപിടിച്ച് പോയി കൊലപാതകം നടത്തുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അവർക്ക് അതുള്ള സംവിധാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ആരാ? ഇപ്പം ഈ പറഞ്ഞ ഇസ്രായേൽ, ഈ പറയുന്ന 50 ബന്ദികളെ എവിടെ ഇരിക്കുന്നതെന്ന് ഇസ്രായേലിന് അറിയത്തില്ലേ? അല്ല, ലോകം മുഴുവൻ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മൊസാദ് എന്ന് പറയുന്ന ഒരു വലിയ രഹസ്യ സംഘടന. അവരുടെ സഹായം എല്ലാ അറബ് രാഷ്ട്രങ്ങളും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. എന്ന് വെച്ചാൽ അവനൊരു നമ്മുടെ ഇവിടെയൊക്കെ ഈ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, സാമ്പത്തിക കാര്യ സ്ഥാപനങ്ങൾ, അവരുടെ ഇടിസംഘമാണ്. ആ ഇടിസംഘത്തെ പോലത്തെ ഒരു ഇടിസംഘമാണ് യഥാർത്ഥത്തിൽ മൊസാദ് എന്ന് പറഞ്ഞാൽ. അവർക്ക് വലിയ തലയുണ്ട്, ബുദ്ധിയുണ്ട്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നതാണെങ്കിൽ പോലും ഇതുവരെയായിട്ടും ഇസ്രായേൽ ബന്ദികളെ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു നാണക്കേടാണ്. ഒരു തർക്കമില്ലാത്ത കാര്യം. അപ്പൊ ഇവർക്ക് അറിയാൻ പാടില്ലായിട്ടായിരിക്കും. അല്ല, ഈ ഇസ്രായേൽ ബന്ദികൾ ഒരിക്കലും ഈ പറയുന്ന ഹമാസിന്റെ മാത്രം, അതായത് അതിനെ സംരക്ഷിക്കുന്നതിന് ഖത്തറുണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ഈ പറയുന്നിടത്ത് ഇരിപ്പുണ്ടെന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം. അവിടെ കയറി പിടിക്കണം. ഇതവിടെ ഇരുന്നോട്ട്. അതിന് കാരണം ഈ സാർ പറഞ്ഞൊരു കാരണം, ബന്ദികളെ വിട്ടുതരാതല്ലേ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ബന്ദികളെ വിട്ടു കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും? യുദ്ധത്തിനൊരു സ്കോപ്പില്ല. അപ്പൊ ഈ യുദ്ധം ഉണ്ടാക്കി കൊടുത്ത അന്ന് ഈ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ഒരു സാമാന്യ ബോധമുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ വിഷയത്തെ പറ്റി പറഞ്ഞു, നീ എന്തുവാടാ വിചാരിച്ച് അവിടെ ഒക്ടോബർ 7 അവിടെ കയറി ഈ പറയുന്ന ഹമാസ് കയറി 2000 പേരെ കൊന്നതാണെന്ന്? അതിൻ്റെ പുറകിൽ ഈ പറയുന്ന അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന മൊസാദ് എന്ന് പറയുന്ന വലിയ ഒരു രഹസ്യ തമ്പുരാൻ അവിടെ ഉണ്ടായിട്ട് പോലും ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, അതാ പറഞ്ഞ. കാരണം ആ അന്നത്തെ സംഭവത്തിന് ശേഷം ഹമാസിനെ കൈവെക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്രമാത്രം ദുർബലരായിട്ടുള്ള ഈ ഹമാസാണ് ഈ വലിയ സംവിധാനങ്ങളൊക്കെ ഉള്ള ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി അത്ര ആളുകളെ കൊന്നതെന്ന് പറയുന്നത് ഇന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കള്ളന്മാർ എന്ത് ചെയ്തിരിക്കുകയാണ്? ബോധപൂർവം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കച്ചവടം നടത്തി ഹമാസ് എന്ന് പറയുന്നത് അവർക്കിടെ കസ്റ്റോഡിയൻ ഒരുപക്ഷെ ഇസ്രായേൽ ആണെന്ന് പോലും ആരെങ്കിലും വിചാരിച്ചാൽ. അല്ല, ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഗസ മുഴുവൻ ഇടിച്ചു നിരത്തി പപ്പടമാക്കി വെറുതെ കോൺക്രീറ്റിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പെറുക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അവർക്ക് ഈ ഹമാസ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. ഹമാസ് ഇല്ലാതാക്കൽ എല്ലാവരുടെ ഉദ്ദേശം. അതാണ് പ്രശ്നം. കാരണം ഇവർക്ക് അതിന് കഴിയില്ലെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഒന്നുമില്ല. അപ്പോൾ അവര് ബോധപൂർവം തന്നെ ഇവനെ സുരക്ഷിതമായിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയാക്കിച്ചിരിക്കുകയാണ്. നല്ല സുരക്ഷിതമായിട്ട് ഓരോ സ്ഥലത്തെന്ന് പറഞ്ഞാൽ സാർ അത് മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വെടിനിർത്തലിന് ശേഷം ബന്ദിയുടെ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു വരവ് സാർ കണ്ട, ഇത് ഇവിടെ സാറി ചോദിച്ചത് എവിടെ ഇരിക്കുന്നേ, നമുക്കൊന്ന് പറഞ്ഞതാണ്. എവിടെ ഇരിക്കുന്നേ? ഇവർ സുരക്ഷിതമായിട്ട് 1 ലക്ഷം ആൾക്കാർ ഭയങ്കര ആരവത്തോട് കൂടി മുഖമൊക്കെ കിട്ടി ഹമാസ് വന്നു. ഇത് കഴിയുമ്പോൾ ഹമാസ് ഇവിടെ പോകുന്നു. അപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ ബന്ദികളെ ഒളിപ്പിക്കുന്നതിനും ഹമാസിനെ ഒളിപ്പിക്കുന്നതിനും ഒക്കെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇതൊക്കെ ലോകത്ത് എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കാനും ലോകത്തിൻ്റെ ഏത് രഹസ്യവും കണ്ടുപിടിക്കാനും അവർക്ക് വേണ്ടപ്പെട്ട ലോകത്ത് എവിടെ വെച്ച് വേണം നടത്താനും കഴിവുള്ള ഒരു രാജ്യവും അതിൻ്റെ രഹസ്യാന്വേഷണ സംവിധാനം ഉള്ളിടത്ത് ഇത് മാത്രം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്ക് അവിശ്വസനീയമാണ്. ഈ പറയുന്ന പൊതുസമൂഹത്തെ പറ്റിക്കുക, എന്നിട്ട് അവരവരുടേതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ നടപ്പാക്കുക. അങ്ങനെ ഏർപ്പാടുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മരിച്ചുകൊണ്ടേയിരിക്കുക. അത് അവരുടെ വിഷയമേ. ഓരോ ദിവസം ഇഷ്ടംപോലെ ആളുകൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല. വെറുതെ എന്താണ് ഉറുമ്പുകളുടെ വില പോലും ഈ പലസ്തീനികൾക്ക് ഇല്ല. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വലിയ സിദ്ധാന്തങ്ങളൊക്കെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ട്രംപിൻ്റെ വലിയ അട്ടഹാസങ്ങൾ നമ്മൾ കേൾക്കണം. നിർത്തണം എന്താണ് എന്നൊക്കെ വെറുതെ ചോദിക്കണേ ഇസ്രായേലിൽ. നീ എന്ത് പറഞ്ഞു കേൾക്കില്ല. ഒന്നിച്ചുള്ള ആ ഒച്ച കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ വീണ്ടും ബോംബ് പൊട്ടുന്ന ശബ്ദം നമുക്ക് കഴിഞ്ഞു. അങ്ങനെ മൊത്തം നമ്മളെയൊക്കെ അവർ പറ്റിച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.